ഹായ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് തിയേറ്റർ റിലീസായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയെക്കുറിച്ചാണ്. ത്രില്ലർ സിനിമകൾക്ക് എല്ലാ കാലത്തും ഒരു വിഭാഗം പ്രേക്ഷകരുണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല. എക്സ്പെഷ്യലി ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ, ക്രൈം ത്രില്ലർ എന്നീ കാറ്റഗറിയിൽ. കുഞ്ചാക്കോ ബോബൻ മലയാളത്തിൻ്റെ ചോക്ലേറ്റ് ബോയ്, അല്ലെങ്കിൽ ഒരുപാട് ഫാൻ ബേസുള്ള എക്സ്പെഷ്യലി ഗേൾസുള്ള ഒരു നടൻ. അങ്ങനെയൊക്കെയായിരുന്നു ഒരു കാലഘട്ടം വരെ കുഞ്ചാക്കോവിൻ്റെ ഒരു വിശേഷണം എന്ന് പറയുന്നത്. പക്ഷേ റേഞ്ച് മാറ്റിയതിന് ശേഷം മറ്റുള്ള സൂപ്പർ സ്റ്റാർ റേഞ്ചിലുള്ള നടന്മാരുടെ ലെവലിലോട്ട് കുഞ്ചാക്കോവൻ മാറി എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ബോഗിൻവില്ലേ പോലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ കുഞ്ചാക്കോവൻ അസാധ്യമായിട്ട് ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനു മുമ്പ് ചെയ്തിരിക്കുന്ന നായാട്ടിലാണെങ്കിലും ഈ ക്രൂ തന്നെയാണ് ആ പടവും ചെയ്തിരുന്നത്. അപ്പോൾ അതിലും നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തരാൻ കുഞ്ചാക്കോവിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിലിം കാണാനുള്ളതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഇതുവരെയും കണ്ടേക്കുന്ന കുഞ്ചാക്കോ ബോബൻ എന്ന നടനിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തിയേറ്ററിൽ കിട്ടുന്നത്. ഇനി ഈ സിനിമയുടെ ക്രൂവിലോട്ട് വരാം. ഈ സിനിമ കാണാനുള്ളതിൻ്റെ ഏറ്റവും വലിയ എനിക്കുണ്ടായിരുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസറും ഡയറക്ടറുമായിരുന്നു. ചാർലി നായട്ടൊക്കെ നമുക്ക് സമ്മാനിച്ച ഡയറക്ടർ മാർട്ടിൻ പ്രക്കാട്ട്. രണ്ടാമത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്ടറായിരുന്നു ജിത്തു അഷറഫ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാൻ ഈ പടം കാണാമെന്ന് ഡിസൈഡ് ചെയ്തു. ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് പടത്തിൻ്റെ റേഞ്ച് ഏകദേശം മനസ്സിലായി. ഈ പടം കണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ സി എയെക്കുറിച്ചൊരു ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. ASI സി എ വന്നു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരിക്കലും ബിഹേവിയർ എന്ന് പറയുന്ന ആ ഡയലോഗ് ഡെലിവറി തൊട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. എന്താണ് അങ്ങനെ പറയാനുള്ള റീസൺ, എന്തായിരിക്കും സി എ എന്നുള്ളത്. കുഞ്ചാക്കോ ജീപ്പിൽ വന്നിറങ്ങി അവിടെ പോയി തിരിച്ച് വന്ന് കുഞ്ചാക്കോൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ആ ഫസ്റ്റ് സീനിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ക്യാരക്ടറിൻ്റെ ബിൽഡപ്പ് എന്താണെന്നുള്ളത്. നമ്മൾ പല പോലീസ് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടർ പ്ലേസ് ചെയ്തേക്കുന്നത്. ഡയലോഗ് ഡെലിവറി പോലും ഓരോ എക്സ്പ്രഷൻ പോലും കുഞ്ചാക്കോൻ്റെ നല്ല രസം തന്നെയായിരുന്നു. കുഞ്ചാക്കോൻ ഒരു ഫാമിലി മാനാണ്. കുഞ്ചാക്കോൻ്റെ ഫാമിലി വൈഫായിട്ട് വരുന്നത് നമ്മുടെ പ്രിയാമണിയാണ്. പിന്നെ കുഞ്ചാക്കോൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കാണിക്കുന്നുണ്ട്. ആ ഡീറ്റെയിലിംഗ് അയാളുടെ എന്താണ് അയാളുടെ ആക്ച്വൽ പ്രശ്നങ്ങൾ, മെൻ്റലി ഉള്ള കാരണങ്ങൾ എല്ലാം അത് പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ അതിനു മുമ്പ് മെമ്മറീസിൽ ആണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു വേ ഓഫ് സ്റ്റൈൽ എനിക്ക് വന്നത്. മീൻസ് ഒരു പോലീസ് ക്യാരക്ടറിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. ആ ഡെവലപ്പ് ചെയ്തേക്കുന്ന പോലീസ് എന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ അയാളുടെ ബാക്കപ്പിലൊരു സ്റ്റോറി ഉണ്ട്. ആ ബാക്കപ്പ് സ്റ്റോറി കുഞ്ചാക്കോൻ്റെ ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പടത്തിൻ്റെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ പണി സിനിമയിലൊക്കെയുള്ള ഒരു സൈക്കോളജിക്കൽ സൈക്കോ ടീമുകളുണ്ടല്ലോ, ആ ഒരു വേയോ സാധനം ഇതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒട്ടും കമ്പയർ ചെയ്യാനും പറ്റത്തില്ല. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഡ്രഗ്സ് റിലേറ്റഡ് കാര്യമാണ്. അതിൽ വിശാഖിൻ്റെ റോള് ഒന്നും പറയാനില്ല. നമ്മൾ ആനന്ദത്തിലൊക്കെ കണ്ടേക്കുന്ന ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു പയ്യനെ അല്ല ഇതിൽ വരുന്നു കഴിയുമ്പോൾ പക്ക ഒരു ഡ്രഗ്സ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. റംസാനുണ്ട്. അപ്പോൾ ഇവരൊരു 5 പേരടങ്ങുന്നതാണോ ഗ്യാങ് എന്ന് പറയുന്നത്. ആ ഗ്യാങ്ങിൻ്റെ ആയിട്ടുള്ള പെർഫോമൻസാണ് പിന്നീട് പോകുന്നത്. ഇൻ്റർവെല്ലൊക്കെ അടിപൊളിയായിട്ടാണ് കൊണ്ടു നിർത്തുന്നത്. ഫസ്റ്റ് ഹാഫ് തീയാണ് എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഇത്രയും നല്ലൊരു രസത്തോടെ ലാസ്റ്റ് കണ്ടിറങ്ങിയ പടം ഐ തിങ്ക് റൈഫിൾ ക്ലബിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു മൂഡ് എനിക്ക് ഇൻ്റർവെല്ലിൽ തന്നൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിലിമാണ്. ഹാഫാണ് പിന്നെ അന്വേഷണവും കാര്യങ്ങളായിട്ട് പോണതും റിവെഞ്ചായിട്ട് മാറുന്നതും. ഈ ഓരോ സീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എന്നതാ പറയാം, ജെയ്ക്സ് ബിജോയ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ അസാധ്യമായിട്ട് പടത്തിൽ BGM പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഓരോ സീനിലും ഓരോ സീക്വൻസിലും ഓരോ പെർഫോമൻസ് വരുന്ന ഏരിയയിലാണെങ്കിലും
കറക്റ്റ് ഇട്ടിട്ടാണ് ജെയ്സ് ബിജോയ് പോയേക്കുന്നത്. അത് പടത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. സോ ഈ റിവെഞ്ച് പോകുമ്പോഴൊക്കെ ഈ റിവെഞ്ചിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഏരിയയിൽ കൊണ്ട് അത് കണക്ട് ചെയ്തില്ലെങ്കിൽ അത് തിരിച്ച് പകരം വീട്ടുന്ന കറക്റ്റായിട്ടല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് എഫക്റ്റ് കിട്ടത്തില്ല. ഇത് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ആ ഒരു റിവെഞ്ച് പോകുന്നുണ്ട്. ഇതിൽ ജഗദീഷിൻ്റെ ഒരു ക്യാരക്ടർ, ജഗദീഷ് അറിയാം ലാസ്റ്റ് ചെയ്തേക്കുന്ന പടങ്ങളൊക്കെ അസാധ്യമായിരുന്നു. ഓഫ് കോഴ്സ് ഈ പടത്തിലും പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ ജഗദീഷ് പറയുന്നൊരു ഡയലോഗുണ്ട്, എൻ്റെ മകൾ അങ്ങനെ പോകത്തില്ല, എൻ്റെ മകളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയേക്കെന്നുള്ളൊരു ഡയലോഗുണ്ട്. പക്ഷേ അതിന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് മോള് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അത് പിന്നീട് പടത്തിൻ്റെ ഒരു എൻഡിങ് സ്റ്റേജിലൊക്കെ അത് ജഗദീഷ് റിയലൈസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. കുഞ്ചാക്കോ ബോബൻ, എത്ര പറഞ്ഞാലും ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനെ കുറിച്ച് മതിയാകത്തില്ല. പെർഫോമൻസാണ് പുള്ളിയുടെ ഹൈലൈറ്റ്. അവര് ഏരിയയിൽ ഒരു പ്രിയമണി ആയിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. ആ കോമ്പിനേഷൻ സീൻസിലൊക്കെ ഒരു വീട്ടിൽ കിടന്ന് കോമ്പിനേഷൻ അസാധ്യമായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ പെർഫോമൻസ് ചെയ്തേക്കുന്നത്. ക്ലൈമാക്സിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ എല്ലാ ത്രില്ലർ സിനിമകളുടെ ഇപ്പം അഞ്ചാം പാതിരയാണ് എല്ലാവരും ചോദിക്കുന്ന കാര്യം. അഞ്ചാം പാതിര മാത്രമല്ല മലയാളത്തിൽ ത്രില്ലർ റിലേറ്റഡ് സിനിമ. അഞ്ചാം പാതിര ഓസം മൂവിയാണ്, പക്ഷേ ഇത് വേറൊരു റേഞ്ച് മൂവിയാണ്. അപ്പം ഈ പടത്തിൽ പെർഫോമൻസാണ്, മേക്കിംഗ് ആണ് പടത്തിൻ്റെ ഹൈലൈറ്റ്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് വൈസ് ആണ് പിടിച്ചിരുത്തുന്നത്. ഇതിൽ നമ്മുടെ ഡയറക്ടർ തന്നെ റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ആക്ടറും കൂടിയാണ്. പുള്ളിയുടെ ഒരു പെർഫോമൻസ്, പോലീസ് ഓഫീസറാണ്, പെർഫോമൻസ് സീന് എന്നെ അസാധ്യമായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. ക്ലൈമാക്സ് സെക്ഷനിലോട്ട് വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾക്ക് ഈ റിവെഞ്ചർ തിരിച്ച് പണി കൊടുക്കുന്നു, ഇങ്ങോട്ട് പണിയിരുന്ന് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ക്ലൈമാക്സ് ഏരിയയിൽ വരുമ്പോൾ നമ്മൾ ഈ ക്ലൈമാക്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ വില്ലന്മാർ പിടിച്ചു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സിറ്റുവേഷൻ, പടം കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞു, ഓക്കെ കൊള്ളാം, പടം കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് വീണ്ടും കുറച്ച് സീനും കൂടെ വരുന്നുണ്ട്. ആ സീനും കൂടെ ആഡ് ചെയ്തതാണ് എനിക്ക് പേഴ്സണലി ഈ പടത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ എന്ന് പറയുന്നത്. അതും കൂടെ വന്നപ്പോഴാണ് പടം കയറി നമുക്ക് എഴുന്നേറ്റ് ഒന്നുകൂടെ ഒന്ന് കൈയടി കൊടുത്തിട്ട് പോകാമെന്ന് തോന്നിയിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു ഫാമിലി ആയിട്ട് ഒരു വീക്കെൻഡിലോ അല്ല ഫ്രീ ടൈമിലോ ഫാമിലി ആയിട്ടൊരു സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ ഈ സിനിമയ്ക്ക് ധൈര്യമായിട്ട് പോകും. ഒരു രീതിയിലുള്ള നഷ്ടം ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള എല്ലാ എലമെൻസും ഉണ്ട്. എക്സ്പെഷ്യലി ത്രില്ലർ സിനിമകൾ ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് സിനിമ പോയി കാണണം. നിങ്ങൾ പോകുമ്പോൾ ഫാമിലി ആയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികളടക്കിയ സിനിമ കാണിക്കണം. അവർക്കൊരു തിരിച്ചറിവ് വളരെ അത്യാവശ്യമാണ്. ഇതിൽ നിന്നെങ്കിലും ഒരു തിരിച്ചറിവ് വായനയിൽ നിന്നുണ്ടാകാം, സിനിമയിൽ നിന്നുണ്ടാവാം, ഇൻഫ്ലുവൻസറിൽ നിന്നുണ്ടാകാം. അതുപോലെ സിനിമയിൽ നിന്ന് ഒരു തിരിച്ചറിവ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഒരുപാട് ഈ സിനിമയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഡ്രഗ്സ് എന്താണെന്ന്, ഡ്രഗ്സിൻ്റെ നെഗറ്റീവ്സ് എന്താണ്, ഡ്രഗ്സ് എങ്ങനെയാണ് ഒരു ലൈഫ് തകർത്ത് കളയുന്നതെന്നുള്ളതും, പിന്നെ ഡ്രഗ്സ് കാരണം എങ്ങനെയാണ് കുട്ടികൾ അതിൽ അഡിക്റ്റ് ആവണമെന്നുള്ളതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. സോ ഒരു പക്ക പോലീസ് ഓഫീസർ അയാൾ ഇറങ്ങി അതിൻ്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ എത്ര ഡ്രഗ്സ് മാഫിയയ്ക്കാണെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. സോ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് സിനിമയായിട്ട് വീണ്ടും കാണാം. ജോബടി.